ശ്രീനാഥിന്റെ മുൻപിലെ മേശയ്ക്കെതിർവശം ലാപ്പിന് മുൻപിൽ ഇരിക്കുകയാണ് അനുപമ. അവൻ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ ഒരു നിമിഷം ഒന്ന് തപ്പിത്തടഞ്ഞു. ഓഫീസ് ടൈം 5 മണി വരെയാണ്. എന്നാൽ ഇന്ന് അത് കഴിഞ്ഞും ചെറിയൊരു വർക്കുണ്ടെന്ന് പറഞ്ഞ് അവളെ തൻ്റെ ക്യാബിനിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ശ്രീനാഥ്. സമയം 5 മണി കഴിഞ്ഞ് 5:15 ഇതുവരെയും താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും സർ പറഞ്ഞിട്ടില്ല. അവൾ ശ്രീനാഥിനെ ഒന്ന് നോക്കി. സാർ ഒന്നും പറഞ്ഞില്ല. അനുപമ ചെറിയൊരു നീരസത്തോടെ തന്നെ ചോദിച്ചു. പറയാം, 1 മിനിറ്റ്. ശ്രീനാഥ് അതും പറഞ്ഞ് വീണ്ടും അവൻ്റെ ലാപ്പിലേക്ക് തന്നെ മുഖം തിരിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവൾ പതിയെ മേശയ്ക്ക് മുകളിൽ ഇട്ടിരുന്ന ഗ്ലാസ്സിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. ലാപ്പിലേക്കാണ് നോക്കുന്നതെങ്കിലും അവൻ്റെ ശ്രദ്ധ അനുപമയിലായിരുന്നു. അവൾ അവനെ നോക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ അവളെ ആദ്യമായി കാണുന്നത് പോലെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. വെളുത്ത നിറം, സ്ലിം ബ്യൂട്ടി ആണെന്ന് പറയുന്നത് പോലെ മെലിഞ്ഞ ശരീരം, മിനുസമുള്ള നീണ്ട മുടിയിഴകൾ കെട്ടിവെക്കാതെ അവയെ സ്വതന്ത്രമാക്കി വെച്ചിരിക്കുന്നു. കാതിൽ കുറച്ച് നീളത്തിൽ തൂങ്ങിയാടുന്ന കമ്മൽ, കഴുത്തിലൊന്നുമില്ല, അവിടം ഒഴിഞ്ഞു കിടപ്പാണ്. സാരിയാണ് വേഷം, അധികം വർക്കൊന്നുമില്ലാത്തൊരു ചുവന്ന സാരി. അതേ കളർ നെയിൽ പോളിഷ്. മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, എന്നാൽ അധികമായി ഒന്നും തന്നെയില്ല. ഒരു വിത്തൗട്ട് മേക്കപ്പ് ലുക്ക്. ചുണ്ടിൽ മാത്രം ചുവന്ന കളർ അധികമായിട്ടുള്ളതുപോലെ. പക്ഷേ അവൾക്കതൊരു ഭംഗിയാണ്. അവളുടെ വെളുത്ത നിറം എടുത്തു കാണിക്കുന്നു. അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ. ഒരു നിമിഷത്തേക്ക് ശ്രീനാഥ് അവളുടെ ഭംഗിയിൽ മതിമറന്നുപോയി എന്ന് പറയുന്നതാവും സത്യം. 5 മിനിറ്റുകൾ കൂടി കടന്നുപോയി. സമയം 5:15 നിന്നും 5:20 സർ, നേരം പോകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? സമയം മുൻപോട്ട് പോകുന്നതല്ലാതെ അവനൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. അവൾ ചോദിച്ചത് കേട്ട് ശ്രീനാഥ് ഒന്ന് ഞെട്ടി. അത്ര നേരം താൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നോർത്ത് അവനൊരു വെല്ലായ്മ തോന്നി. എങ്കിലും അവൻ ആ വെല്ലായ്മയെ കാര്യമാക്കിയില്ല. എന്തു ചോദിക്കാനാണോ അവളെ ഇവിടെ പിടിച്ചിരുത്തിയത് അത് ചോദിച്ചു തന്നെയാകണം. ഒരു പക്ഷേ താനിത് ചോദിക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. എങ്ങനെയായാലും ചോദിച്ചേ പറ്റൂ. കാരണം സാറിന് താൻ ഇതേക്കുറിച്ചൊരുത്തരം കൊടുത്തേ പറ്റൂ. അവൻ അവളെ ഒന്ന് നോക്കി. അവളിപ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. എങ്കിലും മേശയ്ക്ക് മുകളിലിട്ട ചില്ലുഗ്ലാസിലൂടെ അവളുടെ വിരലുകൾ ഇപ്പോഴും പതിയെ ചലിക്കുന്നുണ്ട്. അവൻ വാതിൽക്കലേക്ക് നോക്കി. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. എല്ലാവരും പോയി കാണണം. കുറച്ചു മുൻപ് പ്യൂൺ വന്നിരുന്നു. ശശി എന്നാണ് ആളുടെ പേര്. ശശിയേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കുറച്ച് വർക്ക് കൂടിയുണ്ട്. പോകുമ്പോൾ താൻ വാതിൽ പൂട്ടി ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് ശ്രീനാഥ് ശശിയേട്ടനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ശ്രീനാഥ് ഒന്നുകൂടി അനുപമയെ നോക്കി. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അനുപമ, നോക്കൂ, ഞാൻ ചോദിക്കാൻ വന്നത് ജോലിക്കാര്യമൊന്നുമല്ല. ശ്രീനാഥ് പറഞ്ഞു തുടങ്ങിയതും അനുപമയൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. അത് വേറൊന്നുമല്ല. നീയും സുമേഷേട്ടനുമായി എന്താണ് ബന്ധം? അനുപമയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശ്രീനാഥ് ചോദിച്ചു. ബന്ധമോ? എന്ത് ബന്ധം? സർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അനുപമ വലിയ ഭാവവ്യത്യാസമൊന്നും മുഖത്ത് വരുത്താതെ ചോദിച്ചു. ബന്ധമെന്ന് വെച്ചാൽ നീയും അയാളും തമ്മിലുള്ള ബന്ധം തന്നെ, ശ്രീനാഥ് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ ഓഫീസിലെ ജോലിക്കാരാണ്, അത്രയുള്ളൂ. അവൾ തെല്ലും ആലോചിക്കാതെ പറഞ്ഞു. ശ്രീനാഥ് അവളെ ഒന്ന് നോക്കി. പിന്നെ പതിയെ പുഞ്ചിരിച്ചു. കള്ളം, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതരുത്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ശ്രീനാഥ് സൗമ്യമായി തന്നെയാണ് അവളോട് ചോദിച്ചത്. ശ്രീനാഥ് അങ്ങനെ ചോദിച്ചതും അനുപമ ഒന്നും പറഞ്ഞില്ല. അവൾ മുഖം താഴ്ത്തി വീണ്ടും മേശയ്ക്ക് മുകളിലൂടെ വിരലോടിക്കാൻ തുടങ്ങി. ശ്രീനാഥ് അത് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. അനുപമ, അവൻ വീണ്ടും വിളിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. എന്താ ഒന്നും പറയാത്തത്? അവൻ ചോദിച്ചു. ഇത് ചോദിക്കാനാണോ സാർ എന്നെ ഇത്ര നേരം ഇവിടെ പിടിച്ചിരുത്തിയത്? ശ്രീനാഥിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ചോദിച്ചു. അതെ, ഇത് ചോദിക്കാൻ തന്നെയാണ് തന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ശ്രീനാഥും വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു. അനുപമ ശ്രീനാഥിനെ ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു. ശരി, ഞാൻ പറയാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. അത് വല്ലാത്തൊരു ആത്മബന്ധമാണ്. അത്രമേൽ ആഴത്തിലുള്ള സൗഹൃദം. അവൾ പറഞ്ഞു നിർത്തിയതും ശ്രീനാഥ് അവളെ തന്നെ ഒന്ന് നോക്കി. ഇങ്ങനെയായിരുന്നില്ല താൻ കരുതിയത്.
എത്ര ചോദിച്ചാലും ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് തന്നെ അവൾ പറയുമെന്ന് കരുതി. എന്നാൽ അവൾ സമ്മതിച്ചിരിക്കുന്നു അത്രമേൽ ആഴത്തിലുള്ള സൗഹൃദമാണെന്ന്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? അതും അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുമായി. ശ്രീനാഥ് ആലോചിച്ചു. ഇപ്പോൾ 1 മാസത്തിലേറെയായി താൻ ശ്രദ്ധിക്കുന്നു. ചിലതെല്ലാം കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലൊരു സംശയം നിറഞ്ഞു വന്നിരുന്നു. ഒരു വേള അതെല്ലാം സംശയം തന്നെയാകണേ എന്നവൻ എന്തിനെന്നറിയാതെ പ്രാർത്ഥിച്ചു പോയിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ അവസാനിച്ചത്. താൻ പേടിച്ചിരുന്നത് സത്യമാണെന്ന് മനസ്സിലായിരിക്കുന്നു. 1 വർഷം മുൻപാണ് അനുപമ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തത്. അതിനും എത്രയോ വർഷങ്ങൾ മുൻപ് ഇവിടെ ജോലിക്ക് കയറിയതാണ് സുമേഷ്. ആദ്യമൊന്നും താൻ അനുപമയെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേയില്ലായിരുന്നു. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 പേർ തമ്മിൽ കാണുമ്പോൾ ചിരിക്കും, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സുമേഷുമായി അടുത്തിടപഴകുന്ന അനുപമയെ കണ്ടതു മുതലാണ് അവളെ ശരിക്കും താൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്തിനെന്നറിയാത്തൊരു ദേഷ്യവും അസ്വസ്ഥതയും അവന് തോന്നി. എന്തുതന്നെയായാലും അവൾ ഈ പറഞ്ഞ അത്രമേൽ ആഴമേറിയ ആത്മബന്ധത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ആഴത്തിലുള്ള സൗഹൃദം? അനുപമ ഉദ്ദേശിച്ചതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീനാഥ് അവളെ നോക്കി പറഞ്ഞു. അനുപമ അവനെ ഒന്ന് നോക്കി. അവന്റെ ചോദ്യങ്ങൾ അവളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. സർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാർ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? സാറിന് സാറിൻ്റെ കാര്യം നോക്കിയാൽ പോരെ? ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല. അവൾ അവനോട് ചോദിച്ചു. ശ്രീനാഥ് അവൾ പറഞ്ഞതു കേട്ട് അവളെയൊന്ന് നോക്കി. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു തൻ്റെ ചോദ്യങ്ങൾ അവളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. ശരിയാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. തൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ മാനേജർ സാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാതെയിരിക്കുന്നതെങ്ങനെ? സാരമില്ല, ഞാൻ സാറിനോട് പറഞ്ഞോളാം. ചോദിച്ചപ്പോൾ സാർ സാറിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് നീ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞോളാം. അത് പറയുന്നതോടുകൂടി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, അനുപമ പൊയ്ക്കോളൂ, ഞാനും ഇറങ്ങുകയാണ്. പറഞ്ഞുകൊണ്ട് ശ്രീനാഥ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അനുപമ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. മാനേജർ പറഞ്ഞിട്ടാണോ ശ്രീനാഥ് സാർ ഇപ്പോൾ ഇത് ചോദിച്ചത്? അപ്പോൾ സാർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? അതുപോലെ മറ്റുള്ളവരും? അങ്ങനെ ചിന്തിക്കുമ്പോൾ അനുപമയ്ക്ക് വല്ലാത്ത പ്രയാസം തോന്നി. സാർ എന്തിനാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്? അനുപമ ചോദിച്ചു. ശ്രീനാഥ് അവളെയൊന്ന് നോക്കി, പിന്നെ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അന്വേഷിക്കണ്ടേ? സാറിൻ്റെ ഓഫീസിലെ തന്നെ 2 വ്യക്തികൾ. അതിലൊരാൾ സാറിൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു 21കാരി, മറുഭാഗത്ത് നിന്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളും. നിങ്ങൾ തമ്മിൽ ഈ ഓഫീസിൽ വെച്ച് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയുന്നുണ്ടോ? ചുറ്റിലുമുള്ളവർ ഇതൊന്നും കാണുന്നില്ലെന്നും ശ്രദ്ധിക്കുന്നില്ലെന്നും കരുതരുത്. നിനക്ക് നിന്റെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? സുമേഷേട്ടനും അതറിയാം. പിന്നെ നിങ്ങൾക്ക് മാത്രം ഒരുമിച്ചിരുന്ന് ചെയ്യാൻ മാത്രം എന്താണിവിടെ ഇത്ര ജോലി? നിങ്ങളുടെ നോട്ടവും സംസാരവും അവിടെയും ഇവിടെയും തൊടുന്നതുമൊന്നും ആരും അറിയുന്നില്ലെന്ന് കരുതരുത്. ഒന്നുമില്ലെങ്കിലും അച്ഛനും മകളും ആകാനുള്ള പ്രായമില്ലേ നിങ്ങൾക്ക് 2 പേർക്കും? ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ നിൽക്കണമെന്നാണോ നീ പറയുന്നത്? നീ പറഞ്ഞതുപോലെ ഞാൻ സാറിനോട് പറയാം. എന്നിട്ടും സാറിന് എന്തെങ്കിലും അറിയണമെന്നാണെങ്കിൽ സാറ് തന്നെ നേരിട്ട് ചോദിച്ചോട്ടെ. വരൂ, നേരം പോകുന്നു. എനിക്കെൻ്റെ റൂം ക്ലോസ് ചെയ്യണം. പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ബാഗും കയ്യിൽ പിടിച്ച് വാതിൽക്കലേക്ക് നടന്നു. അപ്പോഴും അനുപമ കസേരയിൽ അതേ ഇരിപ്പ് ഇരിക്കുകയാണ്. വരുന്നില്ലേ? കസേരയിൽ നിന്നും എഴുന്നേൽക്കാതെ ഇരിക്കുന്നവളെ കണ്ട് ശ്രീനാഥ് ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശബ്ദമില്ലാതെ അവൾ മേശമേൽ തലവെച്ചു കരഞ്ഞു. എന്നാൽ അനുപമയിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം ശ്രീനാഥ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതെല്ലാം നിങ്ങളെയൊന്നും ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ നിന്നപ്പോൾ അവളോട് സംസാരിക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ മുൻപിലിരുന്ന് കരയുന്നവളോട് എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ശ്രീനാഥ് ഒന്നും പറഞ്ഞില്ല. വന്നവൻ്റെ കസേരയിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുഖമുയർത്തി. ശ്രീനാഥ് അവളെ തന്നെ ഒന്ന് നോക്കി. കരഞ്ഞു ചുവന്ന കണ്ണുകൾ. നല്ല വെളുത്ത നിറമുള്ളതുകൊണ്ട് അവളുടെ കവിളുകളും മൂക്കും ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നിരിക്കുന്നു. ആ സമയം അവൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ അവന് തോന്നി. സോറി സർ, സർ റൂം ക്ലോസ് ചെയ്തോളൂ, ഞാൻ ഇറങ്ങുകയാണ്. അവൾ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ പതിയെ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയതും അവളൊന്ന് നിന്നു. എങ്കിലും തിരിഞ്ഞു നോക്കിയില്ല.
അവൾ വീണ്ടും മുൻപോട്ട് നടക്കാൻ പോകുമ്പോഴാണ് ശ്രീനാഥിന്റെ വിളി പിറകിൽ നിന്നും കേട്ടത്. അനുപമ, ഇവിടെ വരൂ, അവൻ വിളിച്ചു. അവളും അങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നുന്നു. അവൾ വേഗം തിരിഞ്ഞു നോക്കി. ഇവിടെ വാ, വാതിൽക്കൽ നിന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ അവന്റെ കസേരയിൽ പോയിരുന്നു. ഇരിക്കി, അവൻ പറഞ്ഞതും അവൾ പതിയെ ആ കസേരയിലേക്കിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. അനുപമ, ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ താൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം നല്ലതിനാണോ? തനിക്ക് പറ്റിയ ഒരാൾ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ... സാർ എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു തുടങ്ങിയിരുന്നു. ശരി, ഇനി പറയൂ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ശരിക്കുമുള്ള ബന്ധം? അവൻ ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. ബന്ധം? അവൾ ചോദ്യരൂപത്തിൽ അവനെ നോക്കി. അതെ, ബന്ധം തന്നെ. നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പവുമില്ലെന്ന് ഇനി കള്ളം പറയരുത്. എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ ബന്ധം ഏത് തരത്തിലുള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഞങ്ങൾക്കറിയാമെന്ന വാക്കിൽ അവളൊന്ന് കുരുങ്ങി നിന്നു. അവനല്ലാതെ വേറെയും ചിലർക്ക് ഇതേ സംശയമുണ്ട് എന്നത് അവളെ വല്ലാതെയാക്കി. അവളൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എന്തു പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? എന്താണെങ്കിലും പറയൂ, അവൻ വീണ്ടും അവളെ നിർബന്ധിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? പെട്ടെന്നാണ് അനുപമ അവനോടത് ചോദിച്ചത്. അങ്ങനെയൊരു ചോദ്യം അവളിൽ നിന്നും അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ഇഷ്ടപ്പെടുകയോ? അതും അച്ഛൻ്റെ പ്രായമുള്ള സുമേഷേട്ടനെ പോലെ ഒരാളെ? അത് ചോദിക്കാതിരിക്കാൻ അവനായില്ല. അവളൊന്നും പറഞ്ഞില്ല. അവനെ തന്നെയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്നും തന്നെ ശ്രീനാഥിന് ഏകദേശം കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലായിരുന്നു. നിങ്ങൾ ഇവിടെ വെച്ച് കാണിച്ചു കൂട്ടുന്നത് ഇവിടെയുള്ള മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ചായി ഞാനിത് ശ്രദ്ധിക്കുന്നു. പക്ഷേ മാനേജറും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അതുപോലെ മറ്റുള്ളവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇവിടെ വെച്ച് ഇത്രയും അടുത്തിടപഴകാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ലെങ്കിൽ നിങ്ങൾ പുറത്തു വെച്ചും കാണുന്നുണ്ടാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിലൊന്നും കയറി ഇടപെടാൻ ഞാൻ ആളല്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നീ വളരെ ചെറുപ്പമാണ്. ലോകമെന്തെന്ന് മനസ്സിലാക്കി വരുന്ന പ്രായമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ നടന്നാൽ നിനക്ക് പിന്നെ നല്ലൊരു കല്യാണാലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിതം ഇല്ലാതെയായി പോകും. നിനക്ക് ചേർന്ന നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ? എല്ലാം പോട്ടെ, നീ ഇങ്ങനെ നടക്കുന്നെന്നറിഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും അവരെക്കുറിച്ച് ഓർക്കണ്ടേ? അവൻ പറഞ്ഞു വന്നതും അവൾ അവനെ ഒന്ന് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. തന്തയും തള്ളയും ആരാണെന്ന് അറിയാത്ത, ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നെക്കുറിച്ച് ആർക്കാണ് സാർ ആവലാതി? സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത ഞാൻ ആരെക്കുറിച്ചാണ് ഓർക്കേണ്ടത്? അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീനാഥ് ഒന്ന് ഞെട്ടി. അവളെക്കുറിച്ച് അങ്ങനെയൊന്ന് അവൻ വിചാരിച്ചതേയില്ലായിരുന്നു. ഓഫീസിൽ പോലും ഇങ്ങനെയൊരു കാര്യം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവനൊന്ന് വല്ലാതെയായി. അല്പസമയം അവനൊന്നും മിണ്ടിയില്ല. അവളും ഒന്നും പറയാതെ തലയും കുനിച്ചിരിക്കുകയാണ്. കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് തോന്നുന്നു. സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അവൻ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അതെല്ലാം പോട്ടെ, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ചോദിക്കുമ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാളുമായി ഇവൾ എങ്ങനെ പ്രണയത്തിൽ അകപ്പെട്ടു എന്നറിയാനുള്ളൊരു കൗതുകം ശ്രീനാഥിന് തോന്നിയിരുന്നു. അനുപമ കസേരയിലേക്കൊന്ന് ചാഞ്ഞിരുന്ന് ശ്വാസം വലിച്ചെടുത്തു. അവളുടെ ഉയർന്നു താഴ്ന്ന നെഞ്ചിലേക്കായിരുന്നു ഒരു നിമിഷം ശ്രീനാഥിന്റെ നോട്ടം പോയത്. ഇത്രയേറെ സുന്ദരിയായ അവളെ തൻ്റേതെന്ന അർത്ഥത്തിൽ സുമേഷേട്ടൻ തൊട്ടിട്ടുണ്ടാകും, വേണമെങ്കിൽ ചുംബിച്ചിട്ടുണ്ടാകും. ശ്രീനാഥ് ഓർത്തു. ഒരു നിമിഷം എന്തിനെന്നറിയാതെ അവന് സുമേഷേട്ടനോട് അസൂയ തോന്നി. അനുപമ ശ്രീനാഥിനോട് മെല്ലെ പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ്, എപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഇവിടെ ജോലിക്ക് കയറിയപ്പോൾ മുതൽ ഞാൻ സുമേഷേട്ടനെ കാണുന്നുണ്ട്. ആദ്യമൊക്കെ എന്നെ ജോലിയിൽ സഹായിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. സ്വന്തമെന്ന് പറഞ്ഞ് എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. പക്ഷേ സുമേഷേട്ടനോട് സംസാരിക്കുമ്പോൾ, സുമേഷേട്ടൻ്റെ അരികിലിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. എനിക്കും ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ. എനിക്ക് എന്നെക്കുറിച്ചൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. സുമേഷേട്ടന് അറിയാം ചോദിക്കാനും പറയാനും എനിക്കാരുമില്ലെന്ന്, ഞാനൊരു അനാഥയാണെന്ന്.
അത് ഈ ഓഫീസിൽ സുമേഷേട്ടന് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ സുമേഷേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സുമേഷേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നോട് പറയും. ഭാര്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ലെന്ന്. അവർ സുമേഷേട്ടൻ്റെ യാതൊരു കാര്യത്തിലും ഇടപെടാറില്ലെന്ന്. എല്ലാ കാര്യവും സുമേഷേട്ടൻ തനിയെയാണ് ചെയ്യാറെന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഭാര്യയുടെ സ്വഭാവം മാറി സുമേഷേട്ടനെ സ്നേഹിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ മുൻപോട്ട് പോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ബ്രേക്ക് ടൈം ആയപ്പോൾ സുമേഷേട്ടൻ എന്നെ അയാളുടെ മുറിയിലേക്ക് വിളിച്ചു. ആ സമയം അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ അയാൾ കണ്ണടച്ചിരിക്കുകയാണ്. ഞാൻ അവിടത്തെ കസേരയിൽ ചെന്നിരുന്നപ്പോൾ അയാൾ എന്നെ അരികിലേക്ക് വിളിച്ചു. ഞാൻ അയാൾക്കരികിലേക്ക് ചെന്നതും അയാൾ എൻ്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അയാളോട് ചേർത്തു നിർത്തി. പറഞ്ഞു കഴിഞ്ഞതും അവളൊന്ന് ഇറുക്കെ കണ്ണുകൾ ചിമ്മി. ശ്രീനാഥിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അരുതാത്തതെന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. അവളോട് ചേർന്ന് നിൽക്കുന്ന സുമേഷിനെ ആലോചിക്കുമ്പോൾ ശ്രീനാഥിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ തുടർന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ അയാൾ എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് എന്നെ ഇറുക്കെ പുണർന്നു. തള്ളി മാറ്റാൻ പോകുമ്പോഴാണ് എൻ്റെ കഴുത്തിലൊരു നനവ് ഞാൻ അറിഞ്ഞത്. അയാൾ കരയുകയായിരുന്നു. എന്തോ എൻ്റെ കൈകൾ തളർന്നു. അയാളെ തള്ളി മാറ്റാൻ എനിക്ക് തോന്നിയില്ല. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്നയാൾ പെട്ടെന്നാണ് ചോദിച്ചത്. മടിച്ചാണെങ്കിലും എൻ്റെ കൈകളും അയാളെ പുണർന്നു. അല്പസമയം കഴിഞ്ഞതും അയാൾ എന്നിൽ നിന്നും അകന്നു മാറി എൻ്റെ മുഖമാകെ ചുംബിച്ചു. ഒരു നിമിഷം ഞാനൊന്ന് പതറിപ്പോയെങ്കിലും എപ്പോഴോ ഞാനും അത് ആസ്വദിച്ചു പോയിരുന്നു. അന്നാണ് അയാൾ ആദ്യമായി എന്നെ ചേർത്ത് പിടിക്കുന്നത്, ചുംബിക്കുന്നത്. പിന്നീട് പലപ്പോഴും അയാൾ അത് തുടർന്നു. ഒരു ആലിംഗനം, ഒരു ചുംബനം. സ്നേഹിക്കാൻ ആരുമില്ലാത്ത, സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത എന്നെ അയാൾ സ്നേഹം കാണിച്ചു മുതലെടുക്കുകയായിരുന്നു. അയാൾക്കും സ്നേഹിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണുകളെ അയാൾ കൊട്ടിയടച്ചു. അവിടെ പ്രായമോ അയാൾക്കൊരു കുടുംബമോ കുട്ടികളോ ഉള്ളത് ഞാൻ മറന്നുപോയി. സ്നേഹം കാണിച്ച് അയാൾ എന്നെ ഭ്രമിപ്പിക്കുകയായിരുന്നു. ഞാനൊരു വിഡ്ഢിയെപ്പോലെ അതിൽ വീണുപോയി. അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ അവരെന്ത് വിചാരിക്കുമെന്നോ ഒന്നും ഞാൻ ഓർത്തില്ല. പറഞ്ഞുകൊണ്ടവൾ മുഖം പൊത്തിക്കരഞ്ഞു. ഈ പ്രാവശ്യം അവളിൽ നിന്നും നേർത്ത തേങ്ങലുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രീനാഥ് ആകെ വല്ലാതെയായി. അവൻ എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നറിഞ്ഞില്ല. എന്തിനെന്നറിയാതെ അവൻ അവളോട് പാവം തോന്നി. താൻ കരയല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് പറഞ്ഞിട്ടെന്താ കാര്യം? അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവൾ അപ്പോഴും മേശയ്ക്ക് മുകളിൽ മുഖം വെച്ച് തേങ്ങിക്കരയുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? അയാളുമായി വേറെന്തെങ്കിലും? ശ്രീനാഥിന് അതായിരുന്നു അറിയേണ്ടിയിരുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകല്ലേ എന്ന് എന്തിനെന്നറിയാതെ അവൻ്റെ ഉള്ളം പ്രാർത്ഥിച്ചു. അതുകേട്ട് അവളൊന്ന് അവനെ തലയുയർത്തി നോക്കി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇല്ല, എന്തോ ഭാഗ്യത്തിന് ഇതുവരെ അതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചില്ല. പക്ഷേ കുറേയായി അയാൾ എന്നെ ഇതിന് നിർബന്ധിക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, സാറിനെ കൊണ്ട് ഇന്ന് ഇങ്ങനെയെല്ലാം ചോദിപ്പിച്ചത് ദൈവമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാം കൈവിട്ടു പോയേനെ, അനുപമ പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാകാതെ അവൻ അവളെ തന്നെയൊന്ന് നോക്കി. എന്നുവെച്ചാൽ? അവൻ ചോദിച്ചു. അത് അയാളുടെ കൂടെ ഞാൻ ഒരിടം വരെ ചെല്ലണമെന്ന്, ഒരാഴ്ചത്തേക്ക്, എല്ലാം മറന്ന് സ്നേഹിച്ച് സന്തോഷിക്കാൻ ഒരു യാത്ര. അന്ന് അയാൾക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കണമെന്ന്. അവൾ പറഞ്ഞതും ശ്രീനാഥിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ ദേഷ്യം കൊണ്ട് പല്ലുകൾ കൂട്ടിപ്പിടിച്ചു. ആരും അറിയണ്ട, അറിയാതെ തന്നെ അയാൾ മരിക്കുന്നതുവരെ എന്നെ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ അവളിലൊരു പുച്ഛം കലർന്നിരുന്നു. ശ്രീനാഥും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം സുമേഷേട്ടൻ എന്നു പറഞ്ഞ സ്ഥാനത്തു നിന്നും ഇപ്പോൾ അയാൾ എന്ന സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. അതവന് ചെറിയൊരു ആശ്വാസം നൽകി. എന്നിട്ട് അനുപമ എന്തു പറഞ്ഞു? സമ്മതിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ചേർത്ത് പിടിക്കലോ കൂടെ ഞാനുണ്ട് എന്ന ആശ്വാസവാക്കോ അത്രയൊക്കെയേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ അയാൾ അങ്ങനെയായിരുന്നില്ല. അയാളുടെ ലക്ഷ്യം വേറെയായിരുന്നു. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. അയാൾക്ക് അയാളുടെ ഭാര്യയെ ചതിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന ആ സ്ത്രീയെ ചതിക്കാൻ എനിക്ക് മനസാക്ഷിക്കുത്തി തോന്നുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഈ യാത്രയിൽ നിന്നും ഒഴിവാകണമെന്ന് കരുതിയിരുന്നു. അനുപമ പറഞ്ഞതും ശ്രീനാഥിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു.
പക്ഷേ അവനത് സമർത്ഥമായി മറച്ചു പിടിച്ചു. എന്നാൽ ആ കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും ഒരു സത്യമാണ്. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു. ഇപ്പോഴും? അവൻ ചോദ്യഭാവത്തോടെ അവളെ നോക്കി. ഇല്ല സർ, ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, ആഗ്രഹിക്കുന്നു എന്നല്ല. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതുകേട്ട് ശ്രീനാഥ് ഒന്ന് ചിരിച്ചു. ഗുഡ്, അവൻ പറഞ്ഞു. മാനേജറും മറ്റുള്ളവരും എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നെനിക്കറിയില്ല. അവരുടെയൊക്കെ മുൻപിൽ ഞാൻ അത്രയും മോശപ്പെട്ടവളായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എല്ലാം മനസ്സിലാക്കിയിട്ടും വീണ്ടും ചെയ്യുമ്പോഴല്ലേ ശരിക്കും നമ്മൾ തരം താഴുന്നത്. തീർച്ചയായും ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഇന്ന് സാറാണ് എൻ്റെ കണ്ണു തുറന്നത്. ഇതുവരെയും ഞാനൊരു മായാലോകത്തായിരുന്നു. സ്നേഹം കാണിച്ച് കൊതിപ്പിച്ചപ്പോൾ ഞാൻ അതിൽ വീണുപോയി. എന്നെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നെനിക്കറിയില്ല. അവൾ പറഞ്ഞതും ശ്രീനാഥ് അവളെ നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. എനിക്ക് പറ്റും, ഞാൻ തന്നെ മനസ്സിലാക്കുന്നു, അവൻ പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടവൻ അങ്ങനെ പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായതുമില്ല. ഞാനെന്നാ പോട്ടെ, പറഞ്ഞുകൊണ്ടവൾ എഴുന്നേറ്റു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ ഈ നിമിഷം മുതൽ അനു പുതിയൊരാളാണ്. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. അവൻ അനു എന്നാണ് വിളിച്ചത്. അവൾ അത് ശ്രദ്ധിച്ചു. അവനത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയായിരുന്നു. പിന്നെ സാർ, ഞാൻ ഈ പറഞ്ഞതൊന്നും സാർ ആരോടും പറയരുത്, അവൾ പറഞ്ഞു. ഇല്ല, തനിക്കൊരു ചീത്തപ്പേരുണ്ടാകാത്തതുപോലെ ഞാൻ സാറിനോട് എന്തെങ്കിലും പറഞ്ഞോളാം. താങ്ക്സ്, അവൻ പറഞ്ഞതും അവൾ പറഞ്ഞു. ശേഷം അവളൊന്ന് അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ അവനും ക്യാബിൻ ക്ലോസ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. പിറ്റേന്ന് മാനേജറോട് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു ശ്രീനാഥ്. സൗഹൃദത്തിൽ കവിഞ്ഞ് മറ്റൊന്നും അവൾക്ക് അയാളോട് ഇല്ലെന്ന് അവൻ പറഞ്ഞു. എങ്കിലും സുമേഷിന് അവളോട് ചെറുതല്ലാത്തൊരു താല്പര്യമുണ്ടെന്നും അയാളെ ഇനി അല്പം മാറ്റി നിർത്തിക്കോളാമെന്നും അവൾ വാക്കു തന്നിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞു. വേറെയൊന്നും അവൻ തുറന്നു പറഞ്ഞില്ല. അതെല്ലാം തങ്ങൾക്കിടയിൽ തന്നെ തീരട്ടെ എന്നവൻ കരുതി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെ നല്ലത്. ചെറുപ്പമാണ്, വഴിതെറ്റിപ്പോകാൻ എളുപ്പവും. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് തോന്നുന്ന കരുതലും ആശങ്കയും അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ സുമേഷ് ലീവിന് അപേക്ഷ തന്നിട്ടുണ്ട്. മെഡിക്കൽ ലീവാണ്, ഒരാഴ്ചത്തേക്ക്. ഞാനത് സാങ്ഷൻ ചെയ്യുകയാണ്. താൻ അതുകൂടി ഒന്ന് നോക്കേണ്ടി വരും, മാനേജർ പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് അവൾ പറഞ്ഞ ആ യാത്രയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. അതിനു വേണ്ടിയായിരിക്കും ഈ മെഡിക്കൽ ലീവ് എന്ന് അവന് തോന്നി. അത് കുഴപ്പമില്ല സർ, സാങ്ഷൻ ചെയ്തോളൂ, അവൻ പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ഒരു ഫയലുമായി ശ്രീനാഥിൻ്റെ മുറിയിലേക്ക് വന്നതാണ് അനുപമ. അവൻ ആ ഫയൽ നോക്കി ഒപ്പിട്ട് കൊടുത്തു. സുമേഷേട്ടൻ ലീവിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് മെഡിക്കൽ ലീവാണ്, ശ്രീനാഥ് പറഞ്ഞു. അതുകേട്ട് അനുപമയൊന്ന് ചിരിച്ചു. എന്തേ ചിരിക്കുന്നത്? സാർ, അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അവളൊന്ന് ചുറ്റും നോക്കി, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. ആരുമില്ലെന്ന് കണ്ട് അവൾ പതിയെ അവനോട് പറഞ്ഞു. അതെന്താണെന്നറിയോ? ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ ഒരാഴ്ചത്തെ ടൂർ എന്നെയും കൊണ്ട് അയാൾക്ക് സന്തോഷിക്കാൻ പോകണമെന്ന്? അതിനാണ് ആ ലീവ്, അവൾ പറഞ്ഞു. താൻ പ്രതീക്ഷിച്ചതാണ് അവൾ പറഞ്ഞതെങ്കിലും എന്തോ അവൾ അത് പറഞ്ഞു കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അവൾ ഒന്നുകൂടി പുറത്തേക്ക് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. അയാൾ ഒരാഴ്ചത്തേക്കുള്ള മെഡിക്കൽ ലീവ് എടുക്കും. തിങ്കളാഴ്ച മുതലാണ് ലീവ്. അതാവുമ്പോൾ കറക്റ്റ് ഒരാഴ്ച കിട്ടും. ചൊവ്വ മുതൽ എന്തെങ്കിലും പറഞ്ഞ് എന്നോടും ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഊട്ടിയിലേക്ക് പോകും. ലീവ് കഴിയുന്നത് വരെ അവിടെ താമസിച്ച ശേഷം തിരിച്ചു വരും. അവിടെ ഇപ്പോൾ നല്ല തണുപ്പാണെന്ന അയാൾ പറഞ്ഞത്, അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു. എന്തോ അവൾ അവസാനം പറഞ്ഞ ആ വാചകം ശ്രീനാഥിന് അത്ര പിടിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്തെന്ന് അവന് മനസ്സിലായിരുന്നു. ആ ഒരാഴ്ച കൊണ്ട് അയാൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയാൽ പിന്നെ എന്നോട് ജോലി വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഊട്ടിയിൽ അയാളുടെ സ്വന്തം പേരിലൊരു വീടുണ്ട്. അയാളുടെ കുഞ്ഞിനെയും നോക്കി എനിക്കവിടെ സുഖസുന്ദരമായി ജീവിക്കാമെന്ന്. ഇതാണ് അയാളുടെ പ്ലാൻ, അവൾ പറഞ്ഞതും ശ്രീനാഥ് അവളെയൊന്ന് തുറിച്ചു നോക്കി. അനു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയാൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ നീ വെറുതെ കേട്ടുനിന്നോ? അവൻ അല്പം ഗൗരവത്തോടെ തന്നെയാണ് അത് ചോദിച്ചത്. എങ്കിലും അതിൽ വല്ലാത്തൊരു കരുതലും അധികാരവും നിറഞ്ഞു നിന്നിരുന്നോ എന്ന് സംശയമാണ്. ഞാൻ പറഞ്ഞില്ലേ സർ,
സ്നേഹത്തോടെയുള്ള ഒരു വാക്കും പറ്റിയാൽ ഒരു ചേർത്തു പിടിക്കലും. അതിനപ്പുറത്ത് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞതും അവനൊന്ന് അമർത്തി മൂളി. എന്നിട്ട് നീ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ചോദിച്ചു. ഇല്ല. അതെന്താ? നീ വരുന്നതും പ്രതീക്ഷിച്ചാവില്ലേ അയാൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തത്? അവൻ ചോദിച്ചു. ആയിരിക്കും എന്നല്ല, ആണ്. പറയണമെന്നുണ്ട്. പക്ഷേ അവൾ പറഞ്ഞു നിർത്തിയതും അവനൊന്ന് അവളെ നോക്കി. എന്തു പറ്റി? എന്താണൊരു പക്ഷേ? അവൻ ചോദിച്ചു. അത് എനിക്ക് പേടിയുണ്ട് സർ. ഞാനിത് പറയുമ്പോൾ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന്. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. പറയുമ്പോൾ അവളുടെ കണ്ണിൽ അതുവരെ ഇല്ലാതിരുന്നൊരു പേടിയോ ഒറ്റപ്പെടലോ അങ്ങനെ എന്തെല്ലാമോ അവൻ കണ്ടിരുന്നു. അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോർത്ത് താൻ പേടിക്കണ്ട. ഞങ്ങളൊക്കെയില്ലേ ഇവിടെ. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് ചെന്ന് പറയ്. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാലോ. ഒരു ചിരിയോടെ തന്നെ ശ്രീനാഥ് പറഞ്ഞതും അവളൊന്ന് അവനെ തന്നെ നോക്കി. സുമേഷിന്റെ വാക്കുകളോ പ്രവൃത്തികളോ തന്നിട്ടില്ലാത്ത വേറൊരു തരം സംരക്ഷണവും കരുതലും അവന്റെ വാക്കുകളിലും കണ്ണുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. ഹോട്ടലിൽ നിന്നാണ് ശ്രീനാഥ് ഭക്ഷണം കഴിക്കാറ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുമ്പോൾ അവൻ കാണുന്നത് മാറിയിരിക്കുന്ന അനുപമയെയും സുമേഷിനെയുമാണ്. അല്ലെങ്കിൽ ഈ സമയം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കളിച്ചിരികൾ പറയുന്നുണ്ടാകും. ഇന്ന് അതിൽ നിന്നും നേരെ വ്യത്യസ്തമാണ്. രണ്ടുപേരും അവരവരുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ നോക്കുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നു പോലുമില്ല. എന്തായി, പറഞ്ഞോ? അനുപമയ്ക്കരികിൽ എത്തിയതും ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചു. അവൾ മൂളി. എന്നിട്ടോ, എന്തു പറഞ്ഞു? താൻ ക്യാബിനിലേക്ക് വാ. അതും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ പോയതിനു പിറകെ ഒരു ഫയലും എടുത്ത് അവളും. എന്തായി? അയാൾ എന്തു പറഞ്ഞു? അവൻ ചോദിച്ചു. സമ്മതിക്കുന്നില്ല സർ. ഞാൻ എന്തായാലും അയാളുടെ കൂടെ ചെല്ലണമെന്ന്. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് അയാൾക്കറിയാമെന്ന് അവളൊരു വെല്ലായ്മയോടെ പറഞ്ഞു. എന്താ, ഭീഷണിയാണോ? അവൻ ചോദിച്ചു. അതെ സർ, അങ്ങനെയൊരു രീതിയിലാ സംസാരിച്ചത്, അവൾ പറഞ്ഞു. എന്തു പറ്റി? ഇത്ര വേഗം സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒക്കെ ഭാവം മാറിയോ? അവനൊരു പുച്ഛത്തോടെ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. തല കുനിച്ചു നിന്നു. തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്നത്തെ ലോകം ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയായിരിക്കണമെന്നില്ല എല്ലാവരും. പുറമേ കാണുന്നതല്ലാത്ത വേറൊരു മുഖം കൂടി ഉണ്ടാകും. അല്ലെങ്കിലും സ്വന്തം ഭാര്യയോടും മക്കളോടും ഇല്ലാത്ത സ്നേഹം മറ്റൊരു പെണ്ണിനോട് തോന്നുമെന്ന് അനു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനു പിറകിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളും ഉണ്ടാകും. അത് ആണായാലും പെണ്ണായാലും. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അനുവിന് മനസ്സിലായല്ലോ. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ല, എന്തും പറഞ്ഞ അയാൾ ഭീഷണിപ്പെടുത്തുന്നേ? തൻ്റെ എന്തെങ്കിലും ഫോട്ടോ വീഡിയോ അങ്ങനെ അയാളുടെ കയ്യിലുണ്ടോ? ചോദിക്കുമ്പോൾ ശ്രീനാഥിനും വല്ലാത്തൊരു പ്രയാസം തോന്നിയിരുന്നു. എങ്കിലും ചോദിക്കാതിരിക്കാൻ അവനായില്ല. അങ്ങനെ എന്തെങ്കിലും അയാളുടെ കയ്യിലുണ്ടോ എന്ന് അറിയണമല്ലോ. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല, അവൾ പറഞ്ഞു. അതു കേട്ട് ശ്രീനാഥിന് ആശ്വാസം തോന്നി. എങ്കിൽ പിന്നെ താൻ എന്തിനാ പേടിക്കുന്നേ? അയാൾക്കല്ലേ ഭാര്യയും മക്കളും ഒക്കെയുള്ളത്. അപ്പോൾ അയാളല്ലേ പേടിക്കേണ്ടത്? അവനൊരു ചിരിയോടെ ചോദിച്ചതും അവളൊന്ന് അവനെ നോക്കി. താൻ ധൈര്യമായിട്ട് ചെല്ല്. താൻ വരുന്നില്ലെന്ന് അയാളോട് പറഞ്ഞില്ലേ? നമ്മുടെ ഭാഗം കഴിഞ്ഞു. ഇനി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പേടിക്കണ്ട, ധൈര്യമായിരിക്കി, അവൻ പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. വൈകുന്നേരം അവളെ കണ്ട് ഒന്നുകൂടി സംസാരിക്കാൻ ഇരിക്കായിരുന്നു സുമേഷ്. ജോലി കഴിഞ്ഞ് ആളുകൾ ഓരോരുത്തരായി ഇറങ്ങിത്തുടങ്ങിയതും സുമേഷ് അവൾക്കരികിലേക്ക് നടന്നു. എന്നാൽ സുമേഷ് തനിക്കരികിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലായ അനുപമ കയ്യിൽ കിട്ടിയ ഫയലും എടുത്ത് വേഗം ശ്രീനാഥിന്റെ ക്യാബിനിലേക്ക് ചെന്നു. ചോദിക്കുകയും പറയുകയും ചെയ്യാതെ മുറിയിലേക്ക് കയറി വന്ന അനുപമയെ കണ്ട് ശ്രീനാഥ് ഒന്ന് ഞെട്ടി. എന്തുപറ്റി? അവൻ ചോദിച്ചു. അത് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന്, അവൾ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അതു കേട്ട് ശ്രീനാഥ് ഒന്ന് ചിരിച്ചു. എത്ര വേഗമാണ് ഒരാൾക്ക് ഒരാളോടുള്ള മനോഭാവം മാറുന്നത്. ഇതുവരെയും അവൾക്ക് ആ സാമീപ്യം സുരക്ഷിതത്വം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് പേടിയാണ് തോന്നുന്നത്, അവൻ ഓർത്തു.
അവനൊന്ന് പുറത്തേക്ക് നോക്കി. അയാൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. അതു കണ്ട് അവൻ പറഞ്ഞു, താനിരിക്കി. അവൾ വേഗം ആ കസേരയിലേക്കിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അവന്റെ ജോലി തുടർന്നു. അവൾ കയ്യിൽ പിടിച്ചിരുന്ന ഫയൽ മറിച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞത് പ്യൂൺ ശശിയേട്ടൻ വന്നു. അവനൊന്ന് പുറത്തേക്ക് നോക്കി. അയാൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. എത്ര നേരം അയാളെ പേടിച്ച് ഇതിനകത്തിരിക്കും? ദേ, ഞാൻ ഇറങ്ങുകയാണ്. ശശിയേട്ടൻ ക്ലോസ് ചെയ്തോളൂ. ശശിയേട്ടനോട് പറഞ്ഞുകൊണ്ട് അവൻ അവളെയൊന്ന് നോക്കി. ബാക്കി തിങ്കളാഴ്ച വന്നിട്ട് ചെയ്യാം, പ്യൂൺ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഫയൽ കയ്യിലെടുത്ത് മുറിയിൽ നിന്നിറങ്ങി. അവൾക്ക് പിറകെ അവനും. അവൾ ചെന്ന് ബാഗ് എടുത്ത് വരുന്നതുവരെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ശശിയേട്ടൻ ഡോറെല്ലാം ക്ലോസ് ചെയ്തിരുന്നു. സുമേഷേട്ടൻ ഇതുവരെ പോയില്ലായിരുന്നോ? ഓഫീസിൽ നിന്നും ഇറങ്ങാതെ നിൽക്കുന്ന സുമേഷിനെ കണ്ട് അയാളെ അപ്പോൾ കണ്ടതുപോലെ ശ്രീനാഥ് ചോദിച്ചു. ആ, ഞാനിതാ പോവാൻ നിൽക്കായിരുന്നു, അയാൾ അനുപമയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പക്ഷേ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നേയില്ല. ശ്രീനാഥ് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാ ശരി, അനു വാ, സുമേഷിനോട് പറഞ്ഞ ശേഷം അവൻ അനുവിനെ നോക്കി പറഞ്ഞു. അവൾ അവന് പിറകെ ചെന്നു. താൻ എങ്ങനെയാ പോകുന്നത്? ഓഫീസിന് പുറത്തെത്തിയതും അവൻ ചോദിച്ചു. ബസ്സിന്, അവൾ പറഞ്ഞു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് സുമേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അവൻ കണ്ടു. എന്നാ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കേറിക്കോ. അല്ലേൽ വേണ്ട, തൻ്റെ ഹോസ്റ്റലിൽ ആക്കി തരാം, പറഞ്ഞുകൊണ്ട് അവൻ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അവൻ്റെ പിറകെ നടക്കുമ്പോൾ അവൾ ചോദിച്ചു. അവനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. സാരമില്ല, ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അനുപമ ശ്രീനാഥിന്റെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടതും സുമേഷിന് ദേഷ്യം തോന്നി. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചു, കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഞായറാഴ്ച അനുപമ പുറത്തെങ്ങും ഇറങ്ങിയില്ല. ഫോൺ ഓഫ് ചെയ്തു വെച്ചു. തിങ്കളാഴ്ച ഓഫീസിലേക്ക് വരുമ്പോൾ അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ പേടിച്ചതുപോലെ സുമേഷിനെ അവിടെ എങ്ങും കണ്ടില്ല. സുമേഷ് ലീവായിരുന്നു അന്ന്. അയാൾ വന്നില്ലല്ലോ ഇന്ന്. തിങ്കളാഴ്ച ഫയലുമായി ക്യാബിനിലേക്ക് വന്ന അനുവിനെ കണ്ട് ശ്രീനാഥ് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അയാൾ ശല്യം ചെയ്തിരുന്നോ തന്നെ? ഇല്ല സർ, എന്നെ വിളിച്ചിരുന്നോ എന്നറിയില്ല, ഞാൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. പിന്നെ ഇന്നലെ ഞാൻ പുറത്തെങ്ങും ഇറങ്ങിയിരുന്നില്ല, അവൾ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ടായിരുന്നല്ലേ? അവൻ ചോദിച്ചു. അവളൊന്ന് മൂളിയതേയുള്ളൂ. ശ്രീനാഥ് അവളെ തന്നെ ഒന്ന് നോക്കി. ഒരു കറുത്ത സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. ഈ സാരിയിൽ ഇന്നവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് പോലെ. പിറ്റേന്നും സുമേഷ് വരില്ലെന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ അന്ന് അയാൾ വന്നു. അധികം ആളുകളുള്ള സമയത്ത് അവൾ ഇരുന്ന് ജോലി ചെയ്യും. അല്ലാത്ത സമയം സുമേഷ് എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ എന്നു കരുതി അവൾ വേഗം ശ്രീനാഥിന്റെ ക്യാബിനിലേക്ക് വരും. അനുപമയെ ദഹിപ്പിക്കാൻ പാകത്തിൽ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയെന്നല്ലാതെ സുമേഷ് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ആ നോട്ടം മതിയായിരുന്നു അനുപമയ്ക്ക് പേടി തോന്നാൻ. എത്ര വേഗമാണ് മനുഷ്യരും സാഹചര്യവും മാറുന്നതെന്ന് അവൾ ഓർത്തു. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. അതിനിടയിൽ അവളും ശ്രീനാഥും തമ്മിൽ ഇതുവരെ ഇല്ലാതിരുന്നതുപോലൊരു സൗഹൃദം രൂപം കൊണ്ടിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ചെറിയൊരു ഷോപ്പിങ്ങുമായി പുറത്തേക്കിറങ്ങിയതാണ് അനുപമ. കൂടെ അവളുടെ ഒരു കൂട്ടുകാരിയുമുണ്ട്. എന്നാൽ ശരി, പിന്നെ കാണാം, എത്തിയിട്ട് വിളിക്ക്. ബസ് സ്റ്റോപ്പ് എത്തിയതും അർച്ചന അവളോട് പറഞ്ഞു. ആ, ഞാൻ വിളിക്കാം, പറഞ്ഞുകൊണ്ട് അനുപമയൊന്ന് തലയാട്ടി. അപ്പോഴേക്കും അർച്ചനയ്ക്ക് പോകേണ്ട ബസ് വന്നിരുന്നു. അവൾ ആ ബസ്സിൽ കയറിപ്പോയതും അനുപമ തനിച്ചായി അവിടെ. അവൾ അവളുടെ ബസ് വരുന്നതും കാത്ത് ഫോൺ നോക്കി അങ്ങനെ നിന്നു. അപ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ഏറെ നേരമായി അവളെ തന്നെ ശ്രദ്ധിക്കുന്ന ആ കണ്ണുകളെ, അവളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ. കുറച്ചു സമയത്തിനുള്ളിൽ അവളുടെ ബസ് വന്നു. അവൾ അതിലേക്ക് കയറി. ബസ് മുന്നോട്ടെടുത്തതും അയാളുടെ കാറും അതിനു പിറകെ നീങ്ങി. ബസ് ഇറങ്ങിയാൽ ചെറിയൊരു പോക്കറ്റ് റോഡിലൂടെ കുറച്ചു ദൂരം പോകണമായിരുന്നു അവൾക്ക്. അവൾ പതിയെ മുൻപോട്ട് നടന്നു. പെട്ടെന്നാണ് അവൾക്ക് മുൻപിൽ ഒരു കാർ വന്നു നിന്നത്. അവളൊരു സംശയത്തോടെ കാറിലേക്ക് നോക്കി. എന്നാൽ അതിലിരിക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണിൽ പേടി നിറഞ്ഞു. അവൾ ചുറ്റും ഒന്ന് നോക്കി. ഇല്ല, ആരുമില്ല. ഒരു നിമിഷം അവൾക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. വാ, കേറ്, അയാൾ പറഞ്ഞു. അവളില്ലെന്ന് തലയാട്ടി. എന്നെ അധികം ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദയ്ക്ക് കയറുന്നതാ നിനക്ക് നല്ലത്, അയാൾ വീണ്ടും പറഞ്ഞു.
അയാളുടെ സ്വരത്തിൽ വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. ആ സമയം കണ്ണുകളിൽ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു നിമിഷം പോലും കളയാതെ മുൻപോട്ട് ഓടി. അയാൾ അവൾക്ക് പിറകെ വണ്ടിയെടുത്തു. എന്നാൽ അധിക ദൂരത്തെത്തുന്നതിനു മുൻപേ അയാൾ അവൾക്ക് മുൻപിൽ കൊണ്ടുചെന്ന് വണ്ടി നിർത്തി. ബലമായി അവളെ കാറിലേക്ക് കയറ്റി. അതിവേഗത്തിൽ പോകുന്ന കാറിൽ നിന്നും പുറത്തേക്ക് ചാടിയാലോ എന്നു പോലും ഒരു നിമിഷം അവൾ ചിന്തിച്ചു. എന്നാൽ അതിനും പറ്റില്ലായിരുന്നു. ഡോർ അയാൾ ലോക്ക് ചെയ്തിരുന്നു. എന്തു ചെയ്യും? ആരാണ് തന്നെ ഒന്ന് രക്ഷിക്കാൻ വരുന്നത്? അവൾ പേടിയോടെ ഓർത്തു. ആ സമയം അവൾക്കുള്ളിലേക്ക് ഓടി വന്നത് ശ്രീനാഥിന്റെ മുഖമാണ്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ അവനെ ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ധൈര്യവും തോന്നുന്നുണ്ട്. അവൾ അയാളെ ഒന്ന് നോക്കി. തന്നെ നോക്കാതെ ഡ്രൈവിംഗിലാണ് ശ്രദ്ധ. മുഖം ഇപ്പോഴും വലിഞ്ഞു മുറുകി തന്നെ ഇരിക്കുന്നു. അവൾ തന്നെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്നെ അയാൾ കാണാതെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. പിന്നെ ശ്രീനാഥ് സാർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വെറുതെ ഒന്ന് മയങ്ങാൻ കിടന്നതാണ് അവൻ. കണ്ണൊന്നടഞ്ഞു വന്നപ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ ഉറക്കം മുറിഞ്ഞ മുഷിച്ചിലോടെ ഫോൺ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ അനു എന്നു കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ആ ചിരിയോടെ തന്നെ ഫോൺ കാതോട് ചേർത്തു. ഹലോ അനു, പറയ്, അവൻ പറഞ്ഞു. എന്നാൽ മറുഭാഗത്തു നിന്നും യാതൊരു മറുപടിയുമില്ല. ഹലോ അനു, കേൾക്കുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അനുപമ അയാളെ ഒന്ന് നോക്കി. തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അവൾ പതിയെ ഫോണിലേക്ക് നോക്കി. ശ്രീനാഥ് കോൾ എടുത്തിട്ടുണ്ടെന്ന് കണ്ട് അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഇതേതാ ഈ സ്ഥലം? നിങ്ങൾ ഇത് എവിടേക്കാ എന്നെ ഈ കൊണ്ടുപോകുന്നേ? അവൾ അയാളോട് ചോദിച്ചു. അതു കേട്ട് അയാളൊന്ന് അവളെ തിരിഞ്ഞു നോക്കി എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളോടാ ചോദിച്ചേ ഇതേതാ സ്ഥലമെന്ന്? അവൾ വീണ്ടും ചോദിച്ചു. പറയാൻ എനിക്ക് മനസ്സില്ല. എന്താ എൻ്റെ കൂടെ ഊട്ടിയിലേക്ക് വരാൻ നിന്നവൾക്ക് ഇപ്പോൾ എന്താ എൻ്റെ കൂടെ വരാൻ പേടിയാണോ? അയാൾ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം നിനക്കെന്താ ഇപ്പോൾ ഇത്ര വലിയ ധൈര്യമെന്ന്. ആ ചെറുക്കനെ കണ്ടിട്ടല്ലേ നീ ഈ കിടന്ന് തുള്ളുന്നത്? പക്ഷേ നിനക്ക് അതത്ര നല്ലതിനാവില്ല, അയാൾ പറഞ്ഞു. ഇതെല്ലാം അപ്പുറത്തു നിന്ന് ഒരുവൻ കേൾക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല ആ സമയം. ശ്രീനാഥിന്റെ കൈമുഷ്ടി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി വീട് പൂട്ടിയിറങ്ങി. അപ്പോഴേക്കും കോൾ കട്ടായിട്ടുണ്ടായിരുന്നു. അവന്റെ ഒരു സുഹൃത്തുണ്ട്, സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ വിളിക്കാൻ പോകുമ്പോഴാണ് അവന്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചത്. വാട്സാപ്പിൽ മെസ്സേജ് വന്നതാണ്. അവൻ എടുത്തു നോക്കി. അനുവിന്റെ മെസ്സേജാണ്. ഓപ്പൺ ചെയ്തതും അതൊരു ലൊക്കേഷൻ ആണെന്ന് കണ്ടു. അവൻ ആ ലൊക്കേഷൻ വെച്ച് വണ്ടി മുൻപോട്ടെടുത്തു. കുറച്ചധികം ദൂരം മുൻപോട്ട് പോയതും ആളൊഴിഞ്ഞൊരിടത്ത് അയാൾ വണ്ടി നിർത്തി. അവൾ ചുറ്റുമൊന്നു നോക്കി. 4 ഭാഗത്തും വലിയ റബ്ബർ മരങ്ങളാണ്. അധികം ആൾതാമസമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അപ്പോഴേക്കും അയാൾ കാറിൽ നിന്നിറങ്ങിയിരുന്നു. വാ, ഇറങ്ങ്, ഡോർ തുറന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കയ്യിന്ന് വിട്. അവൾ തൻ്റെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുന്ന അയാളുടെ കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അതിനൊന്നും പറഞ്ഞില്ല. അവളുടെ കയ്യിലെ പിടി വിടാതെ തന്നെ മുൻപോട്ട് നടന്നു. നിങ്ങൾ ഇത് എവിടേക്കാ എന്നെ ഈ കൊണ്ടുപോകുന്നേ? അവൾ കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു. അടങ്ങിയിരിക്കി. നല്ലതുപോലെ പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നിന്നോട് എത്ര സ്നേഹത്തോടെയാ ഞാൻ പറഞ്ഞത്. അതിന് നീ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ നിന്നെ ഞാൻ കുറച്ച് ബലമായി തന്നെ സ്നേഹിക്കാൻ പോകുന്നത്. നീ എന്താ കരുതിയത്? എന്നെ അങ്ങ് കൊതിപ്പിച്ചു കളഞ്ഞിട്ട് അവന്റെ കൂടെ അങ്ങ് പോകാമെന്നോ? ഇനി നീ അങ്ങനെ അവന്റെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിന്നെ ആദ്യം അറിയുന്നത് ഞാനായിരിക്കണം. അതിന്റെ ബാക്കി മതി അവനെടുക്കുന്നത്. നടക്കുന്നതിനിടയിൽ അവളുടെ ശരീരത്തെ ഒന്നാകെയൊന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അയാളുടെ നോട്ടം കണ്ടതും 1000 പുഴുക്കൾ ഒരുമിച്ച് ദേഹത്തുകൂടെ അരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു അയാളിൽ അപ്പോൾ അവൾ കണ്ടത്. ഇത്ര കാലം അയാളോട് കാണിച്ച അടുപ്പമോർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എല്ലാം കേട്ട് ശ്രീനാഥിന് വല്ലാത്ത ദേഷ്യം തോന്നി. അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. അതിലും നല്ലത് ഞാനിതേ ഈ താഴ്ചയിലേക്കങ്ങ് എടുത്തു ചാടും. ഞാൻ മരിക്കേണ്ടി വന്നാലും തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നടക്കുന്നതിൻ്റെ ഒരു വശത്ത് വലിയൊരു താഴ്ചയാണ്. അതിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതു കേട്ടതും ശ്രീനാഥിന്റെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. എത്രയും പെട്ടെന്ന് അവൾക്കരികിൽ എത്തണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, രക്ഷിക്കണേ.
ചുറ്റിലും ആരുമില്ലെങ്കിലും അവൾ ആർത്തു കരഞ്ഞു. അതുകേട്ട് അയാളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അയാൾ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കരഞ്ഞോ? കുറച്ചുകൂടി ഉറക്കെ കരഞ്ഞോ? പക്ഷേ അതെല്ലാം വെറുതെയാ. നിന്റെ കരച്ചിൽ ആരും കേൾക്കില്ല. നിന്നെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു പോലും ഇവിടേക്ക് വരില്ല. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. വിടടാ ദുഷ്ട, നിങ്ങളുടെ മകളുടെ പ്രായമില്ലേ എനിക്ക്? മുൻപോട്ട് നടക്കാൻ കൂട്ടാക്കാതെ അവൾ പറഞ്ഞു. ഉണ്ടല്ലോ, എന്തേ നിനക്കത് ഇപ്പോഴാണോ ഓർമ്മ വന്നത്? ഇത് നീ ആദ്യം ഓർക്കണമായിരുന്നു. അവളെ മുൻപിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്, ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അയാൾ ഒന്ന് ചിരിച്ചു. അതിന് ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ പോവുകയാണെന്ന് ആരാ പറഞ്ഞേ? ഉപദ്രവിക്കാനല്ലല്ലോ, നിന്നെ സ്നേഹിക്കാനല്ലേ ഞാൻ പോകുന്നേ. നമ്മൾ രണ്ടുപേരും മാത്രം. കുറച്ചു സമയം നമുക്കെല്ലാം മറന്നങ്ങ് സ്നേഹിക്കാമെന്നേ. അയാൾ അത് പറയുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല. തെറ്റാണ് ചെയ്തത്. ആദ്യമേ അയാളെ വെക്കേണ്ടിടത്ത് വെക്കണമായിരുന്നു. എല്ലാത്തിനും അമിത സ്വാതന്ത്ര്യം കൊടുത്തത് താൻ തന്നെയായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ആരും കേൾക്കില്ലെന്നറിഞ്ഞിട്ടും അവൾ ആർത്തു കരഞ്ഞു. ആ കരച്ചിൽ ശ്രീനാഥിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയം വല്ലാതെ പിടച്ചു, കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു സമയം ആ റബ്ബർ കാട്ടിനുള്ളിലൂടെ നടന്നതും അവരൊരു പഴയ കെട്ടിടത്തിന് മുൻപിൽ എത്തിയിരുന്നു. അവളുടെ കയ്യിലെ പിടിവിടാതെ തന്നെ അയാൾ കീശയിൽ നിന്നും ഒരു താക്കോലെടുത്ത് ആ കെട്ടിടത്തിന്റെ വാതിൽ തുറന്നു. അവളൊരു കൈയാൽ അയാളെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ആ മെലിഞ്ഞ കൈകൊണ്ടുള്ള അടി അയാളെ തളർത്താൻ പാകത്തിനുണ്ടായിരുന്നില്ല. അയാൾ അവളെ അതിനുള്ളിലേക്ക് പിടിച്ചു വലിച്ചു. എന്നാൽ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അവൾ വാതിലിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ പിടിവിട്ടില്ല. അവസാനം അയാൾ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം നോക്കിയൊന്നു കൊടുത്തു. വേദന കൊണ്ട് പുളഞ്ഞു പോയെങ്കിലും അവൾ വാതിലിൽ അള്ളിപ്പിടിച്ചു നിന്നു. അയാൾക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണുന്നില്ലായിരുന്നു. അയാൾ അവളുടെ നീണ്ട മുടിക്കുത്തിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചതും വേദന കൊണ്ട് അവൾ വാതിലിലുള്ള പിടി വിട്ടുപോയിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ശ്രീനാഥ് സർ മെസ്സേജ് കണ്ടിട്ടുണ്ടാകുമോ? തന്നെ രക്ഷിക്കാൻ വരുമോ? ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടിയും വെപ്രാളവും തോന്നി. അവൾ അവിടെ നിന്നും തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ അവളെ കടന്നു പിടിച്ചിരുന്നു. അയാളുടെ കയ്യിൽ കിടന്നവൾ കുതറി. സർവശക്തിയുമെടുത്ത് അയാളെ തള്ളി മാറ്റാൻ നോക്കിയിട്ടും കഴിയുന്നില്ല. എന്തോ വലിയ ബാധ കൂടിയതുപോലെ അയാൾ അവളെ വരിഞ്ഞു മുറുക്കി. ആ മൽപ്പിടുത്തത്തിനിടയിലും അവൾ ചുറ്റുമൊന്നു നോക്കി. അയാളെ അടിച്ചു തകർക്കാൻ പറ്റിയ എന്തെങ്കിലും ആ മുറിയിലുണ്ടോന്ന്. അപ്പോഴാണ് അവളുടെ കണ്ണിൽ അത് പതിഞ്ഞത്. ഒരു ഇഷ്ടികയുടെ പകുതി കഷ്ണമായിരുന്നു അത്. എങ്ങനെയോ കൈയെത്തിച്ചെടുത്ത് അയാളുടെ തല നോക്കി ഒരടി കൊടുത്തിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ വേദനയിൽ അയാൾ അറിയാതെ തന്നെ അവളിലുള്ള പിടിവിട്ടു. അയാൾക്ക് ശരിക്കും വേദനിച്ചോ, എന്തെങ്കിലും പറ്റിയോ, ജീവനുണ്ടോ എന്നൊന്നും അവൾ നോക്കിയില്ല. കിട്ടിയ സമയം കൊണ്ട് അവൾ അവിടെ നിലത്തു കിടന്നിരുന്ന ബാഗുമെടുത്ത് അവിടെ നിന്നും ഇറങ്ങിയോടി. വന്ന വഴിയിലൂടെ തന്നെ അവൾ തിരിച്ചോടി. ഏറെ നേരം തിരിച്ചോടി അവൾ ഓട്ടത്തിനിടയിൽ തന്നെ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു, കുറച്ചു ദൂരെയായി തനിക്ക് പിറകെയായി ഓടി വരുന്ന അയാളെ. ഒരടി കൂടി കൊടുക്കേണ്ടതായിരുന്നു, അവൾ ചിന്തിച്ചു. അവളുടെ കാലുകൾ വീണ്ടും വേഗത്തിലായി. കാലുകൾ നന്നേ കുഴയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ താനൊന്ന് ഇരുന്നു പോയാൽ അയാൾ തന്നെ പിടിക്കും. പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും പേടി തോന്നി. അവൾ എങ്ങനെയൊക്കെയോ കാലുകൾ പെറുക്കി വെച്ചുകൊണ്ട് ഓടി. കുറച്ചു ദൂരം കൂടി മുൻപോട്ട് ചെന്നതും കണ്ടു കുറച്ച് ഉയരത്തിലായി നിർത്തിയിട്ടിരിക്കുന്ന അയാളുടെ കാർ. അവൾ വേഗം മുകളിലേക്ക് കയറി കാറിനരികിലേക്കോടി. അപ്പോഴും അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും പിറകെ തന്നെയുണ്ട്. ഇത്ര ഓടിയിട്ടും ഇയാൾക്കൊരു ക്ഷീണമില്ലേ? അവൾക്ക് ചിന്തിക്കാതിരിക്കാനായില്ല. കാറിനരികിലെത്തിയതും അവളൊന്ന് നിന്നു. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ അതിന്റെ ഡോർ തുറന്നു നോക്കി. താക്കോൽ അതിൽ തന്നെയുണ്ട്. തന്നെ പിടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ താക്കോൽ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ തോന്നിയ ബുദ്ധിയിൽ അവൾ ആ താക്കോൽ കൈകളിലെടുത്തു. പിന്നെ വീണ്ടും മുൻപോട്ടേക്കോടി. എത്ര ദൂരം മുൻപോട്ടേക്കിങ്ങനെ ഓടണമെന്ന് അവൾക്കറിയില്ല. കാരണം മെയിൻ റോഡിൽ നിന്നും ഒത്തിരി ദൂരം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും താക്കോൽ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് കാർ എടുക്കാൻ പറ്റില്ല. തനിക്ക് പിന്നാലെ ഓടിയേ മതിയാകൂ. ആ ഒരു ആശ്വാസമുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ അവൾ മുൻപോട്ടേക്കോടി. കുറച്ചു ദൂരം കൂടി മുൻപോട്ട് ചെന്നതും അവൾ നന്നേ ക്ഷീണിച്ചു. കൈകാലുകൾ നന്നേ കുഴയുന്നുണ്ട്, തല ചുറ്റുന്നത് പോലെ. ശരീരം തളർന്ന് താനിപ്പോൾ വീണു പോകുമെന്ന് അവൾക്ക് തോന്നി.
ഇത്ര നേരമായിട്ടും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇതുവഴി പോയിട്ടില്ലെന്ന് അവൾ ഓർത്തു. എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് മുൻപിൽ നിന്നും ഒരു കാർ വരുന്നത് അവൾ കണ്ടത്. ആരായിരിക്കും അത്? ഇനി ശ്രീനാഥ് സാർ ആയിരിക്കുമോ? അവൾക്കുള്ളിൽ ഒരു പ്രതീക്ഷയുണർന്നു. എന്നാൽ അതേ സമയം തന്നെ അവൾക്കുള്ളിൽ ഒരു പേടി ഉദിച്ചു. ഇനി ഇത് അയാളുടെ ആളായിരിക്കുമോ? അയാൾ വിളിച്ചു പറഞ്ഞിട്ട് വരുന്നതായിരിക്കുമോ? അവൾക്കുള്ളിൽ വല്ലാത്ത പേടി തോന്നി. അവൾ ഓട്ടം നിർത്തി. പിറകിലേക്ക് നോക്കുമ്പോൾ വേഗത്തിലല്ലെങ്കിലും അയാൾ ഓടി വരുന്നുണ്ട്. അവൾ മുൻപോട്ട് നോക്കി. കാർ തനിക്കരികിലേക്ക് വരികയാണ്. അവൾ ഒരു പേടിയോടെ രണ്ടു ഭാഗത്തേക്കും മാറി മാറി തിരിഞ്ഞു നോക്കി. അവൾ കൊടുത്ത ലൊക്കേഷനും നോക്കി കുറച്ചു നേരമായി ഈ റബ്ബർ തോട്ടത്തിലൂടെ വരാൻ തുടങ്ങിയിട്ട്. മുൻപിലൊന്നും കാറോ മറ്റൊന്നും കാണുന്നില്ല. ഇനി വഴി മാറിപ്പോയോ എന്നുപോലും അവനൊരു നിമിഷം പേടിച്ചു. അനുവിനെക്കുറിച്ച് ഓർത്തായിരുന്നു അവന് പേടി. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ? അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്നോർത്ത് ആ ആദിയോടെ മുൻപോട്ട് വരുമ്പോഴാണ് മുൻപിൽ നിന്നും ഒരാൾ ഓടി വരുന്നത് കാണുന്നത്. കുറച്ചുകൂടി മുൻപോട്ട് വന്നതും അത് അനുവാണെന്ന് മനസ്സിലായപ്പോൾ അവന് വല്ലാത്ത ആശ്വാസം തോന്നി. അവന്റെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. അവൾക്കരികിൽ ചെന്ന് വണ്ടി നിർത്തുമ്പോൾ കണ്ടിരുന്നു പേടിയോടെ കാറിലേക്ക് നോക്കി നിൽക്കുന്നവളെ. അവൻ വേഗത്തിൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളും കാറിലുള്ളത് ആരാണെന്നറിയാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഡോർ തുറന്നിറങ്ങിയ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളിൽ വല്ലാത്ത ആശ്വാസം നിറഞ്ഞു. അതവൻ കൃത്യമായി കണ്ടിരുന്നു. അവൻ എന്തോ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവളൊരു കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ഇരു കൈകൾ കൊണ്ടും അവൾ അവനെ ഇറുക്കെ ഇറുക്കെ പുണർന്നു. അവളുടെ ആദ്യ ആലിംഗനം. ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടിയിരുന്നു. അവൾ ഉറക്കെ അവന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. അവളുടെ കണ്ണുനീർ കൊണ്ട് അവന്റെ നെഞ്ചാകെ നനഞ്ഞു. ആലില പോലെ വിറയ്ക്കുന്ന അവളെ അവൻ തന്റെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. കരയല്ലേ, ഞാനിങ്ങ് വന്നില്ലേ, പേടിക്കണ്ട, ഇനി തന്നെ അയാൾ ഒന്നും ചെയ്യില്ല. ഒരു കൈകൊണ്ട് അവളുടെ നെറുകിലൂടെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴേക്കും അയാൾ ഓടി അവർക്കരികെ എത്തിയിരുന്നു. അവന്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ട് അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. ശ്രീനാഥ് അവളെ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കി. എന്നാൽ അവൾ അതിന് സമ്മതിക്കാതെ അവനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എനിക്ക് പേടിയാ, എന്നെ വിട്ടിട്ട് പോവല്ലേ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്കുന്നേ? ഇയാൾക്കോ? അങ്ങനെ ഇയാൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്ര ദൂരം വന്നത്. ചങ്ക് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വരെ വന്നേ. നിന്നെ കണ്ടപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. തമ്മിൽ വല്ലാത്തൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു തുറന്നു പറച്ചിൽ ആദ്യമായിട്ടാണ്. അവൻ അവളുടെ മുഖമൊന്നുയർത്തി. അവൻ പറഞ്ഞതിന്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു അവൾ. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. മുടിയാകെ പാറിപ്പറന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവൾ. അവൻ അവളുടെ കവിളൊന്ന് പിടിച്ചു നോക്കി. 4 വിരൽപ്പാടുകൾ തെളിഞ്ഞു കാണാം. അവൻ അവിടെ പതിയെ ഒന്ന് തലോടി. ഒരുപാട് വേദനിച്ചോ? അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചുണ്ടുകൾ വിതുമ്പി. സാരമില്ല, പോട്ടെ, അവൻ അവളുടെ 2 കണ്ണുകളും തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുകയായിരുന്നു സുമേഷ്. അതെ, നിനക്ക് ഇവിടെ നിന്നും ജീവനോടെ പോകണമെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഇങ്ങ് തന്നോ, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. അതുകേട്ട് അവൾ ഒന്നുകൂടി അവനെ ഇറുക്കെ പുണർന്നു. ഇല്ലെങ്കിൽ? ഒരു കൈകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അയാളോട് ചോദിച്ചു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇനി ഇവളുടെ നേർക്ക് തൻ്റെ ഒരു നോട്ടമെങ്കിലും വീണാൽ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്കും അറിയില്ല. അതേ ദേഷ്യത്തോടെ തന്നെ ശ്രീനാഥും അയാളോട് പറഞ്ഞു. അത് നീയല്ല പറയേണ്ടത്, അയാൾക്ക് വിടാൻ ഭാവമില്ല. പിന്നെ ആരാ പറയേണ്ടത്? ഇവളാണോ? 1000 തവണ ഇവൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇനി ഇവളെ ശല്യം ചെയ്യരുതെന്ന്? ശ്രീനാഥ് ചോദിച്ചു. അത് ഇവൾക്ക് ഇപ്പോഴാണോ തോന്നിയത്? എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല? എനിക്കറിയാം ഇതിൻ്റെയെല്ലാം പിന്നിൽ നീയാണെന്ന്. നീ എന്തൊക്കെയോ പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാ. നിന്നെ കണ്ട ഇവൾക്ക് ഇപ്പോൾ ഇത്ര ധൈര്യം. അതെ, ഞാൻ തന്നെയാ ഇതിൻ്റെയൊക്കെ പിന്നിൽ. എന്നെ കണ്ട് തന്നെയാണ് അവൾക്ക് ഇത്ര ധൈര്യവും. അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്താ എന്നോ? എനിക്ക് കിട്ടേണ്ടതാ ഇവളെ, ഞാൻ അനുഭവിക്കേണ്ടതാ ഇവളെ. അതെല്ലാം തല്ലി തകർത്തത് നീയാ. നീ ഒറ്റൊരുത്തനാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല.
അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായി, എന്നിട്ടും മോളെ പ്രായമുള്ള പെണ്ണിനെ അനുഭവിക്കേണ്ടത് താനാണ് പോലും. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അത് ഇവൾക്കും അറിയുമായിരുന്നല്ലോ. എന്നിട്ട് അന്നൊന്നും ഇവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെണ്ണിനെ സ്നേഹം കാണിച്ച് ഭ്രമിപ്പിച്ച് മയക്കിയെടുത്തത് ആരാ? ശരിയാ, ഇവൾക്കൊരു തെറ്റ് പറ്റി. തന്റെ ചതിയിൽ ഇവൾ വീണുപോയി. പക്ഷേ ഇപ്പോൾ ഇവൾ ആ തെറ്റങ്ങ് തിരുത്തി. ഇനി ഈ തെറ്റ് ഇവൾ ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് ഇയാള് ഇവളെ അങ്ങ് മറന്നേക്ക്. അതു പറയാൻ നീ ആരാടാ? ചോദിച്ചുകൊണ്ട് അയാൾ അവന് നേരെ പാഞ്ഞു വന്ന് അവന്റെ കോളറിൽ കയറി പിടിച്ചു. പെട്ടെന്നായതും അനുവൊന്ന് പേടിച്ചു പോയിരുന്നു. അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ശ്രീനാഥ് അയാളുടെ കൈ ബലമായി തന്നെ പിടിച്ചു മാറ്റി. എന്നിട്ട് അനുവിനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. അതു പറയാൻ ഞാൻ ആരാണെന്നോ? എന്റെ പെണ്ണിനെ പറഞ്ഞാൽ പിന്നെ ഞാനല്ലാതെ പിന്നെ തന്റെ അപ്പൻ വന്ന് പറയണോ? ഇവൾ എന്റേതാ, എന്റേത് മാത്രം. പറഞ്ഞുകൊണ്ട് ശ്രീനാഥ് അയാളെ തറപ്പിച്ചു നോക്കി. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു അവൾ. കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള സുഖമുള്ള വാചകം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീരിലും അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി. കണ്ണെടുക്കാതെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്നവളെ അവനും കാണുന്നുണ്ടായിരുന്നു. അവന്റെ കൈകൾ ഒന്നുകൂടി അവളുടെ തോളിൽ മുറുകി. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് സുമേഷ് ഉറക്കെ ചിരിച്ചു. എന്തിനാടാ നിനക്ക് ഇവളെ? ഇവളെക്കാളും എത്ര നല്ല പെൺകുട്ടികളെ നിനക്ക് കിട്ടും. പിന്നെ എന്തിനാ ഇവളെ? എന്റെ കൂടെ കിടന്നു തന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഇവളെ ഞാൻ എത്ര തവണ ചുംബിച്ചിട്ടുണ്ടെന്നറിയോ? കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ട് ഇവളെ എനിക്ക് തന്നെ അങ്ങ് തന്നേക്ക്. അയാൾ പറഞ്ഞതും അനുപമ കണ്ണുകൾ ഇറുക്കെ അടച്ചു പിടിച്ചു. അതെല്ലാം ആലോചിക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ അറപ്പും വെറുപ്പും തോന്നി. അവന് താൻ ഒരിക്കലും ചേർന്നവളല്ലെന്ന് അവൾക്ക് തന്നെ തോന്നി. അതുവരെ അവനെ മുറുക്കെ പിടിച്ചിരുന്ന അവളുടെ കൈ പതിയെ തന്നിൽ നിന്നും അഴിയുന്നത് അവൻ അറിഞ്ഞു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. തന്നെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. നേരത്തെ അവളുടെ കണ്ണിൽ കണ്ട തിളക്കം ഇപ്പോൾ ഇല്ല. അത് മനസ്സിലാക്കി അവൻ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ പെണ്ണിനെക്കുറിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന്. ഇവൾ എൻ്റേതാ, എൻ്റേത് മാത്രം. ഞാൻ താലി കെട്ടി കൂടെ പൊറുപ്പിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണ്. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. എനിക്ക് വേണം നിന്നെ. എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ എൻ്റേതെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ എനിക്ക് വേണം നിന്നെ. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകിലൊന്ന് മുത്തി. അവൾ എന്തോ പറഞ്ഞു വന്നതും അവൻ അവളെ തടഞ്ഞു. നിനക്ക് പറയാൻ എനിക്ക് അറിയാത്തതായി വേറെ ഒന്നുമില്ലല്ലോ. ഇനി ഉണ്ടെങ്കിലും സാരമില്ല. ഇനി മുതൽ അങ്ങോട്ട് എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, അവൻ പറഞ്ഞു. അവൾ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അവൻ ആ കണ്ണുകൾ വീണ്ടും തുടച്ചു കൊടുത്തു. ഇവിടെ നിൽക്ക്, ചെറിയൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് തിരിച്ചൊന്നും കൊടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അയാളുടെ വിരലുകൾ പതിഞ്ഞ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട, എനിക്ക് പേടിയാ, അവൾ പറഞ്ഞു. എന്നു പറഞ്ഞാൽ എങ്ങനെയാ? തിരിച്ചെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് നാണക്കേടാ. തൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കുന്ന അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പ്രായത്തിനു മൂത്തവരെ തല്ലരുതെന്നാ, പക്ഷെ തൻ്റെ സ്വഭാവത്തിന് തല്ലിയില്ലെങ്കിലാണ് വല്ലായ്മ. പറഞ്ഞുകൊണ്ട് അയാളുടെ രണ്ടു കവിളിലും മാറി മാറി അടിച്ചു അവൻ. ഇനി എൻ്റെ പെണ്ണിന് നേരെ തൻ്റെ ഒരു നോട്ടമെങ്കിലും വന്നാൽ ഇങ്ങനെ തല്ലി തീർക്കുമെന്ന് താൻ കരുതണ്ട. കേട്ടല്ലോ? ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ കൺവെട്ടത്തു നിന്നും മാറി നടന്നോ. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്നാൽ പോവാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും കൊടുത്തത് മതിയാകാത്തതുപോലെ അയാളുടെ കവിള് നോക്കി ഒന്നുകൂടി കൊടുത്തു. പോകാം, അവൾക്കരികിലെത്തിയതും അവൻ ചോദിച്ചു. അവൾ കയ്യിൽ പിടിച്ചിരുന്ന അയാളുടെ കാറിന്റെ താക്കോൽ അവന് നേരെ നീട്ടി. ഇതെന്താ? അവൻ ചോദിച്ചു. ഇത് അയാളുടെ കാറിന്റെ താക്കോലാ, അവൾ പറഞ്ഞു. അവനത് കയ്യിൽ വാങ്ങി. പിന്നെ അയാൾക്കത് എറിഞ്ഞു കൊടുത്തു. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മുതൽ താൻ ആ ഓഫീസിൽ ജോലിക്ക് വരേണ്ട. അതിനുള്ള കാര്യം ഞാൻ ചെയ്തോളാം. വന്ന് അതൊന്ന് വാങ്ങി കൈപ്പറ്റിയാൽ മതി. ഇനിയെങ്കിലും ഭാര്യയും മക്കളും ഉണ്ടെന്ന ചിന്തയിൽ അവരെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. വാ, പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു ചിരിയോടെ അവളെയും കൂട്ടി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് തന്നെയായിരുന്നു. എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ അവന്റെ മുഖമാകെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. അവനും കാണുന്നുണ്ടായിരുന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവളെ.
അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കാർ നേരെ ചെന്നത് അവളുടെ ഹോസ്റ്റലിലേക്കായിരുന്നു. അത് മനസ്സിലായിട്ടെന്നോണം അവൾ അവനെ ഒന്ന് നോക്കി. ഇനി ഞാൻ എവിടെയുണ്ടോ അവിടെയാണ് നീയും ഉണ്ടാകേണ്ടത്. ചെന്ന് എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ, അവൻ പറഞ്ഞു. അത് ഇത്ര പെട്ടെന്ന്? അവൾ പറഞ്ഞു വന്നതും അവൻ അവളെ ഒന്ന് നോക്കി. എന്നെ ഇഷ്ടമില്ലേ? അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ അത് ചോദിച്ചതും അവൾ അവൻ്റെ വാ പൊത്തി. അങ്ങനെയൊന്നും ചോദിക്കരുതെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. എനിക്കിഷ്ടാണ്, എന്നേക്കാളും, ഇപ്പോൾ മറ്റാരേക്കാളും, അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ പിന്നീട് എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നരുത്. എന്നെ കൂടെ കൂട്ടിയത് തെറ്റായിരുന്നെന്ന് തോന്നരുത്. അന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്, അവൾ പറഞ്ഞു. പറയാതിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. അവനൊന്ന് അവളെ തന്നെ നോക്കി. പിന്നെ പതിയെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ആ നെറ്റിയിൽ അമർത്തി മുത്തി. ഇനിയും ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത്? ഇന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു നീ എൻ്റേതാണെന്ന്, നിന്നെ എനിക്ക് വേണമെന്ന്. നിന്നെ സ്നേഹിച്ചതോ നിന്നെ കൂടെ കൂട്ടിയതോ ഒരിക്കലും ഒരു തെറ്റായി പോയെന്ന് ഞാൻ പറയില്ല. വെറുതെ പറയുന്നതല്ല. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാ. അത് നിനക്കെൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പോൾ ചെന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് വാ. പിന്നെ ഹോസ്റ്റലിൽ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാം അടച്ചു തീർത്തേക്ക്. എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം. പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നുള്ള പിടി വിട്ടു. വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അടച്ചോളാം. പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി ഹോസ്റ്റലിലേക്ക് നടന്നു. കൂടെ താമസിക്കുന്നവരോടെല്ലാം യാത്രയും പറഞ്ഞ് സാധനങ്ങളുമായി വരുന്നതുവരെ അവൻ കാറിൽ തന്നെ ഇരുന്നു. അവൾ വരുന്നത് കണ്ടതും അവൻ വേഗം ചെന്ന് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു. എന്നാൽ പോയാലോ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. താൻ ഉച്ചയ്ക്കെന്തെങ്കിലും കഴിച്ചിരുന്നോ? അവൻ ചോദിച്ചു. കഴിച്ചിരുന്നു, അവൾ പറഞ്ഞു. എന്നാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ഒരുപാട് ഓടിയതുകൊണ്ടും പേടിച്ചതുകൊണ്ടും ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ ദഹിച്ചു പോയിരുന്നു. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതവന് മനസ്സിലായിരുന്നു. ഏറ്റവും അടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർ അവൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. എന്താ സംഭവിച്ചത്? നീ എങ്ങനെ അയാളുടെ കയ്യിൽ ചെന്നു പെട്ടു? യാത്രക്കിടയിൽ അവൻ ചോദിച്ചു. ഞാൻ ടൗണിലേക്ക് ഇറങ്ങിയതായിരുന്നു. കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അവളുടെ ബസ് വന്നപ്പോൾ അവൾ അങ്ങ് പോയി. എൻ്റെ ബസ് വന്നപ്പോൾ ഞാനും. ബസ്സിറങ്ങി നടക്കുമ്പോഴാണ് അയാൾ വന്ന് കാറിലേക്ക് പിടിച്ചു കയറ്റിയത്. ടൗണിൽ വെച്ചെങ്ങാനും കണ്ടപ്പോൾ എന്നെ ഫോളോ ചെയ്തു കാണും, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. പിന്നീട് എന്ത് സംഭവിച്ചു എന്നവൻ ചോദിച്ചില്ല. ഓർക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആണെങ്കിലോ അതെന്ന് കരുതി അവൻ അതേപറ്റിയൊന്നും ചോദിച്ചതുമില്ല. സർ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. താങ്ക്സ്, അവൾ പറഞ്ഞു. അതുകേട്ട് അവനൊന്ന് ചിരിച്ചു. ഞാൻ വന്നല്ലോ, പിന്നെന്താ? പിന്നെ താങ്ക്സ്, അതിൻ്റെ ആവശ്യമുണ്ടോ? അതും നമ്മൾ തമ്മിൽ? അവനൊരു ചിരിയോടെ അവളെ നോക്കി ചോദിച്ചതും അവളും ഒന്ന് അവനെ നോക്കി ചിരിച്ചു. പിന്നീട് കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിറഞ്ഞു നിന്നു. എടോ, പിന്നെ വേറൊരു കാര്യം കൂടി. എന്താ സർ? അവൻ പറഞ്ഞു വന്നതും അവൾ ചോദിച്ചു. അതുകേട്ട് അവനൊന്ന് ചിരിച്ചു. ഇത് തന്നെ, തൻ്റെ ഈ സാറേ വിളിയൊന്ന് മാറ്റണം. അത് കേൾക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു, അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. പിന്നെ എന്താ വിളിക്കുക? അവൾ ചോദിച്ചു. താൻ ശ്രീയേട്ട എന്ന് വിളിച്ചോ? അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. വെറുതെ തലയാട്ടിയാൽ പോരാ, ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ, അവനൊരു കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. വിളിക്കടോ, ഞാനൊന്ന് കേൾക്കട്ടെ, അവൻ വീണ്ടും പറഞ്ഞതും അവളൊന്ന് അവനെ നോക്കി. ശ്രീയേട്ടാ, അവൾ വിളിച്ചു. അങ്ങനെ തന്നെ, ഒന്നുകൂടി. അവനിൽ കുറുമ്പ് നിറഞ്ഞു. ശ്രീയേട്ടാ, അവൾ വീണ്ടും വിളിച്ചു. അതു കേട്ടവൻ പൊട്ടിച്ചിരിച്ചു. പതിയെ ആ പുഞ്ചിരി അവളിലേക്കും വ്യാപിച്ചിരുന്നു.